ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ +1 വിദ്യാർത്ഥികൾക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വൈകാനുള്ള കാരണം എന്താണ്, അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല 10,000 സബ്സ്ക്രൈബേഴ്സ് ആവും. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് മാത്രമാണ് എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഈശ്വരാ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ എല്ലാവർക്കും A+ നല്ല മാർക്കും കൊടുക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. ഇന്നലെ എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണ എന്ന് വിളിച്ചിട്ടാണ് എന്നെ സംസാരിച്ചത്. എന്ന് വെച്ചാൽ അണ്ണ എനിക്കതൊന്ന് പറഞ്ഞു തരും, അണ്ണ ആ കാര്യം ഒന്ന് പറഞ്ഞു തരും അണ്ണ. അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഞാൻ അങ്ങനെ അതായിപ്പോയി. അതിങ്ങനെ കേട്ടപ്പോൾ അണ്ണ നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോൾ. അപ്പോൾ ഒരുപാട് കൂട്ടുകാരങ്ങനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നും. നിങ്ങളെല്ലാവരും എൻ്റെ അനിയനും അനിയത്തിമാരൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ ആര് വിളിച്ചാലും എനിക്ക് സന്തോഷം തന്നെ. നമ്മുടെ റിസൾട്ട് വൈകുന്നതിൻ്റെ കാരണം എന്താണ്, +1 റിസൾട്ട് വൈകുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഇന്നൊരു ചാനലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ടൊരു തമിഴിൽ വെച്ചിട്ടൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്താണ് സംഭവം. കഴിഞ്ഞ വർഷം നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, +1 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് ജൂൺ 15-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഈ ജൂൺ മാസത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് വൈകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നേരത്തെ വരേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം നേരത്തെ വരേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് എല്ലാം ഇതായിട്ടുണ്ട്. പക്ഷേ അത് സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്കൽ എറർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ടെക്നിക്കൽ എറർ കാരണമാണ് സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എല്ലാവരുടെ ഇത് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും റിസൾട്ട് കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ അവർ ലേറ്റാകുന്നത്. പിന്നെ ഇത് ലേറ്റായി കഴിഞ്ഞാലും ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 റിസൾട്ട് എപ്പോൾ വന്നാലും ഒരു പ്രശ്നമില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇത്. നമ്മുടെ +2 റിസൾട്ട് പോലെയും 10ാം ക്ലാസ് റിസൾട്ട് പോലെയും എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞ ഡേറ്റിനെ എത്തിക്കണം, അങ്ങനെ ഒരു ബാധ്യത അവർക്കില്ല. അതുകൊണ്ടിട്ടാണ് അവർ അത്രയും ലേറ്റാക്കിയിട്ട് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആക്കാത്തതിൻ്റെ കാരണവും അത് തന്നെ. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബോംബ് പൊട്ടണ പോലെ ആയിരിക്കും നമ്മുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ സൂചനകൾ കാണാം. ആ ഒരു സാഹചര്യത്തിൽ ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നമുക്ക് ഭയങ്കര ഉപകാരം ഉണ്ടാക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. +2 റിസൾട്ട് വരുന്നത് പോലെ തന്നെ +1 റിസൾട്ടിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ DHSൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ട് എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവർ എടുത്ത് മാറ്റി വെച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ വിളിച്ചാലും ബിസി എന്നാണ് കേൾക്കുന്നത്. വൈകുന്നേരം കാരണം എന്താണെന്ന് എനിക്കും കൂടെ അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. അപ്പോൾ റിസൾട്ട് എല്ലാം ലിബറലായിട്ടാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഒരുപാട് കൂട്ടർ പേടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എന്തായാലും അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യം എനിക്ക് അറിഞ്ഞു തുടങ്ങി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കനിയും, നല്ല മാർക്കിന് ഉണ്ടാവും. താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ കാര്യം നിങ്ങളെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം അവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും എന്നാണ് റിസൾട്ട് വരിക എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവനും കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക, അവനും കൂടെ ഒന്ന് സന്തോഷമായിക്കോട്ടെ. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ എത്തുന്നതായിരിക്കും. അതുവരേക്കും അടുത്തല്ല ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരേക്കും